ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീനി വേവിച്ചതാണ്. അത് കപ്പ ഉടച്ചതെന്നൊക്കെ ചിലയിടത്തൊക്കെ പറയും. അപ്പോൾ ചീനി വേവിച്ച ശേഷമായിട്ട് ഞാനിവിടെ 1 കിലോ ചീനിയാണ് എടുത്തിരിക്കുന്നത്. ആ ചീനിയുടെ തൊലി നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കി നമുക്കൊന്ന് എടുക്കണം. ഇത് കാണുന്ന തൊലി ഒന്ന് കഴുകിയിട്ട് കളയുന്നതായിരിക്കും നല്ലത്. ഒന്ന് കഴുകി വൃത്തിയാക്കി കളഞ്ഞ് തൊലി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇത് നന്നായി തൊലി കളയണം. അതിനകത്ത് റോസ് കളർ തൊലി കാണും, ആ തൊലിയും കളയണം. എന്നിട്ട് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ കുഞ്ഞാട്ട് അരിയുമ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ അത് വേവാനായിട്ട് എളുപ്പം കിട്ടും. അതിനാണ് കുഞ്ഞാട്ട് അരിയാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് കുഞ്ഞാട്ട് അരിഞ്ഞതാണിത്. എന്നിട്ട് ഇനി ഈ ചീനി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമ്മൾ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചീനി മൊത്തം ഇട്ട് കൊടുക്കാം. ചീനി മൊത്തം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാം. നല്ലോണം തിളയ്ക്കണം. തിളച്ചതൊന്ന് വേവണം. അപ്പോൾ ഉപ്പിട്ട് ഇളക്കുകയാണ്. ഉപ്പിട്ട് ഇളക്കി നമുക്കവിടെ തിളയ്ക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ചീനിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, അരപ്പിച്ചിരി വളരെ കുറച്ച് മതി. അപ്പോൾ ഒരു പകുതി തേങ്ങ, അതിൻ്റെ കുറച്ച് തേങ്ങ ഒരു കൈ പിടിക്കാത്ത കൊള്ളാവുന്നത്രയും തേങ്ങ എടുക്കാം. ആ തേങ്ങയിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്, അതിട്ട് പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇച്ചിരി എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 4 പച്ചമുളക് എടുത്തത്. പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 അല്ലി വെളുത്തുള്ളി, ഇപ്പം ഞാൻ 3-4 അല്ലി എടുത്തിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചീനിക്ക് തിള വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചീനിക്ക് നല്ല തിള വരാൻ തുടങ്ങി. ഇനി ചീനി നല്ലോണം കിടന്ന് വേവട്ടെ. തിളച്ച വെള്ളത്തിൽ കൂടെ നല്ലോണം കിടന്ന് വേവണം. അപ്പോൾ കുറച്ച് വേവേ ആയിട്ടുള്ളൂ. ഈ വേവിൽ നമ്മൾ എടുത്താലും ചീനി നമ്മൾ ഉടയ്ക്കുമ്പോൾ ഇച്ചിരി പാടാണ്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വേവട്ടെ. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉടച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ചീനി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയിട്ട് വരാം. ഓക്കെ, ചീനി ഊറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ്. അരപ്പും കൂടി ഇട്ട് ചീനി നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ താളിക്കാം. അപ്പോൾ താളിക്കാനായിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവണം. ചൂടായി വരുന്ന എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടണം. അപ്പോൾ കടുക് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി. അപ്പോൾ ഈ കടുക് പൊട്ടിയതിനകത്തോട്ട് നമ്മൾ കൊച്ചുള്ളി ഒരു 3-4-5 കൊച്ചുള്ളി അരിഞ്ഞാണ് അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. ഈ കറിവേപ്പിലയും ഉള്ളിയും കടുകും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇച്ചിരി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഉള്ളി ഒന്ന് നല്ലൊരു ചെറിയൊരു ഗോൾഡൻ കളറായി നല്ലോണം വരണം. നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ആ ചീനിയിലേക്ക് നമുക്ക് ഈ കടുക് കാച്ചിയതും കൂടി ഇട്ട് ചീനിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കടുക് കാച്ചി ചീനിയിലേക്ക് ഇടുന്നുണ്ട്. അതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ ചീനി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.